സ്പിരിച്വാലിറ്റി 777 എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു ശുക്രൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് 6 എന്ന നമ്പറാണ് ശുക്രൻ്റെ നമ്പർ. അതുകൊണ്ട് എന്ത് ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും 6 എന്ന നമ്പറിൽ വെച്ച് തുടങ്ങുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ തെറ്റിപ്പറഞ്ഞൊരു നമ്പറാണ് 25. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കൂട്ടുമ്പോൾ 6 എന്ന് കിട്ടുന്ന നമ്പറുകൾ ഉണ്ടാവുമല്ലോ. അതായത് 24-ാം തീയതി 4ഉം 6ഉം കൂട്ടുമ്പോൾ 6 അല്ലേ. അപ്പം അങ്ങനെ കൂട്ടുമ്പോൾ 6 എന്ന് പറഞ്ഞ നമ്പറുകൾ കിട്ടുന്ന ദിവസങ്ങൾ, അതുപോലെ 24. ഇപ്പം നമ്പർ പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ, ഇപ്പം വണ്ടിയുടെ നമ്പർ മേടിക്കുവാണെങ്കിലും എല്ലാ സംഖ്യകളും കൂടി കൂട്ടുമ്പോൾ അവസാനം 6 എന്ന സംഖ്യ കിട്ടുന്ന രീതിയിൽ നമ്പർ പ്ലേറ്റുകൾ മേടിക്കുക. അപ്പോൾ നമുക്ക് ഇനിയും വാഹനത്തിനും വണ്ടികൾക്കൊക്കെ ഒരുപാട് ഇനിയും നമുക്ക് ഉയർന്ന് പോകാൻ സാധിക്കുന്ന ഒരു നല്ലൊരു നമ്പറാണ് ശുക്രൻ്റെ നമ്പർ 6. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വീഡിയോയിൽ പറഞ്ഞപ്പോൾ 25 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 25 എന്നുള്ളത് 7 അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഒരു ടങ് സ്ലിപ്പാണ്. അത് ക്ഷമിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് 6 കേട്ടോ. 6 കൂട്ടി വരുമ്പോൾ 6 വരുന്ന സംഖ്യകൾ. അപ്പോൾ അങ്ങനത്തെ നമ്പർ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തൊരു കാര്യം തുടക്കമിടുന്നതും നമുക്ക് നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളിപ്പം ശിവൻ്റെ മഹാദേവൻ്റെ ഒരു മൃത്യുഞ്ജയ മന്ത്രത്തെ പറ്റി പറഞ്ഞു. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിബന്ധനാ മൃത്യുർമോക്ഷയ മാമൃതാ. അത് ആയുസ് കൂട്ടാനും നല്ല ആരോഗ്യത്തിനും വേണ്ടി മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ മനസ്സിലെ എല്ലാ വിധത്തിലുള്ള നെഗറ്റിവിറ്റീസ് ഒഴിച്ചു തരാനും ഒരു മനുഷ്യൻ്റെ മനസ്സ് നല്ല രീതിയിലാക്കാനും ഉള്ള ഒരു ശക്തി ഈ മൃത്യുഞ്ജയ മന്ത്രത്തിനുണ്ട്. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കൂവളം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. കൂവളത്തിൻ്റെ ഒരു ചെറിയ ഇല മതി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ. ആ ഒരു ഇല നോക്കി ഒന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ വിളി കേൾക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഭഗവാന് ഇഷ്ടമുള്ള ഒരു പൂവുണ്ട്. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. എരിക്കുംപൂവ്. എരിക്കുമ്പോൾ ഒരു വയലറ്റ് കളറുള്ള പൂവാണ് എരിക്കുംപൂവ്. നമ്മളതിനെ ഹനുമാൻ പൂവെന്നും പറയും. പണ്ട് കാലത്ത് നമ്മൾ ഈ എരിക്കുംപൂവൊക്കെ വെച്ച് കളിക്കാറുണ്ട്. ഈ എരിക്കുംപൂവ്, കൂവളത്തിൻ്റെ ഇല മാത്രമേ നമുക്ക് ഒരുപാട് പേർക്ക് അറിയുള്ളൂ. എരിക്കുംപൂവ് എന്നുള്ള പൂവ് എല്ലായിടത്തും കിട്ടുമല്ലോ. ഈ പേര് ഇതായിട്ട് തോന്നണ്ട, എല്ലാവിടെയും എരിക്കിൻ്റെ പൂവ് കിട്ടും. എരിക്കും പൂവ് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് പണ്ട് ഞാനിങ്ങനെ ഭഗവാൻ എരിക്കും പൂവ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എരിക്കും പൂവ് മിക്ക 30 തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച, പറ്റുന്ന തിങ്കളാഴ്ചകളൊക്കെ ഞാൻ വെക്കാറുണ്ടായിരുന്നു. അവസാനം അവിടുത്തെ നമ്പൂതിരി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി, എരിക്കുംപൂവ് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങി. കാരണം അത്രയും പ്രിയപ്പെട്ടതാണ്. ഭഗവാൻ ഏറ്റവും വേണ്ടതും ഏറ്റവും ഇഷ്ടമായ പൂവാണ് എരിക്കിൻ്റെ പൂവ്. അത് ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അത് ഈ പറഞ്ഞ മാതിരി കാര്യസാധ്യത്തിനാണെങ്കിലും, ഞാൻ പറയട്ടെ, നമ്മൾ കാര്യസാധ്യം എന്ന് വിചാരിച്ച് വെക്കുന്നതിലും നല്ലത് ഭഗവാന് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ എരിക്കിൻ്റെ പൂവ് ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 41 ദിവസം നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ, തിങ്കളാഴ്ചകളിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ വെച്ച് കഴിഞ്ഞാൽ, വിചാരിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ സ്വപ്നത്തിൽ പോലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഭഗവാൻ നടത്തിത്തരും എന്നാണ് പറയുന്നത്. അത് ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ എത്രത്തോളം അതിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്യുന്നു. എനിക്ക് ഇതേപോലെ 7 ദിവസം എരിക്കുംപൂവ് വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 6ാമത്തെ ആഴ്ച എനിക്ക് വിചാരിച്ച സ്ഥലത്തുനിന്ന് എരിക്കുംപൂവ് കിട്ടിയില്ല. ആ എരിക്കുംപൂവ് തപ്പി ഞാൻ നടന്ന് വളരെ യാദൃശ്ചികമായിട്ട്
ഒരു സ്ഥലത്തു നിന്ന് എനിക്ക് ആ സാധനം കിട്ടി. ഭഗവാൻ എനിക്കത് കൊടുക്കാൻ പറ്റി. ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യമായിട്ടുള്ള നടന്ന കാര്യമാണ്. അപ്പോൾ ഈ എരിക്കും പൂവിന് വളരെ വളരെ ശക്തിയുണ്ട്, അല്ലെങ്കിൽ വളരെ ഇഷ്ടമുള്ളൊരു, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഈ കൂവളത്തിൻ്റെ ഇലയേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ അത്ര തന്നെ എളുപ്പമാണ് ഈ എരിക്കും പൂവ് വെച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. ഒരു ഇലയിൽ വയ്ക്കുക, ഒരു ഇലയിൽ എരിക്കും പൂവ് വയ്ക്കുക. അത് കഴുകിയാൽ പശ ഉണ്ടാവും, എരിക്കും പൂവിൽ പശ ഉണ്ടാവും. ആ പശ നമ്മൾ കഴുകി ഒരു ഇലയിലാക്കി വയ്ക്കുക. കാര്യസാധ്യത്തിനാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി എപ്പോഴും നമ്മൾ കാര്യസാധ്യം എന്തെങ്കിലും നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നടക്കാനുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയട്ടെ 7 ദിവസം, 11 ദിവസം, 21 ദിവസം അങ്ങനത്തെ ഒരു കണക്ക് വയ്ക്കുക. അത് കണക്കിലെല്ലാം നിങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഇപ്പം ഭഗവാന്റെ ആണെങ്കിൽ, മഹാദേവനാണ് നിങ്ങളത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചകളിൽ തുടങ്ങാം. 30 തിങ്കളാഴ്ച തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം കാര്യസാധ്യമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഭഗവാന് പോകുമ്പോൾ നമ്മൾ ഈ നെയ്യും എണ്ണയൊക്കെ വെക്കുന്ന അതേപോലെ തന്നെ അതിലും നല്ലതാണ് എരിക്കും പൂവൊക്കെ കൊടുക്കുന്നത് ഭഗവാന്. നമ്മൾ കൂവളത്തിൻ്റെ മാല കെട്ടാൻ അവിടെ കൊടുത്തേൽപ്പിക്കും പൈസ. പക്ഷെ ആ കൊടുക്കുന്ന പൈസയുടെ അതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ തന്നെ പോയിട്ട് എരിക്കും പൂ പറിച്ച് നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് ഭഗവാൻ അത് കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ദേവിക്ക് ശർക്കര കൊടുക്കുന്നു എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത്. മഹാദേവനെ പ്രീതിപ്പെടുത്താൻ ഈ ഒരു വഴിപാട് മാത്രം മതി. ഈ ഒരു വഴിപാട് മാത്രം മതി. ഒരുപാട് ഇത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇതേപോലെ ഞാൻ അനുഭവം പറയുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ അവൾക്കൊരു അഫെയർ ഉണ്ടായിട്ട് അത് സമ്മതിക്കാതെ അവൾ ഈ വഴിപാട് 31 ദിവസമാണ് ചെയ്തത്. 31ാമത്തെ ദിവസമായപ്പോഴത്തേക്കും അവർ സമ്മതിച്ചു. 2 ജാതി മതമായിരുന്നു, നമ്പൂതിരിയും ക്രിസ്ത്യൻസും ആയിരുന്നു. ഒരു തരത്തിലും സമ്മതിക്കാത്ത വിധത്തിലായിരുന്നു കാര്യങ്ങൾ. ഇത് വെച്ചപ്പോഴത്തേനും കുറേ മാറ്റങ്ങൾ 21 ദിവസമായപ്പോഴത്തേക്കും ഉണ്ടായി. ഒരു 31ാമത്തെ ദിവസമായപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം ഭംഗിയായി അവസാനിച്ചു. ഞാനിങ്ങനെ ഓരോ വഴിപാടിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഓർമ്മകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്, അപ്പം മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തോളൂ. നിങ്ങളുടെ ഏത് ആഗ്രഹവും, നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച ഏതൊരാഗ്രഹവും, ന്യായമായ ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങളെ മനസ്സിലാക്കാതെ പോയൊരാൾ, നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയൊരാൾ, നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കാതെ പോയൊരാൾ നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കണമെന്നുണ്ടോ? ഇത് ചെയ്താൽ മതി. ഭഗവാന്റെ ഭക്തരെ വിഷമിപ്പിക്കുന്ന ഒന്നും ഭഗവാൻ കൂട്ടുനിൽക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളൊരാൾ കാരണം നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ, അയാളുടെ മനസ്സിൽ നിങ്ങളായിരുന്നു ശരി എന്ന് നിങ്ങൾക്ക് അറിയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ കൊണ്ട് സാധിക്കും. ആ ഒരു ആഗ്രഹം വെച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ. ഇത് നിങ്ങൾ ഭഗവാന് ചെയ്തു നോക്കൂ. അവരൊന്നും ചെയ്യണ്ട, ഇരിക്കുമ്പോൾ മാത്രം വെച്ചാൽ മതി. ഇലയിൽ മനസ്സറിഞ്ഞ് നമഃശിവായ ജപിച്ച് വയ്ക്കുക, ഇലയിലാക്കി വയ്ക്കുക. പൂ കൊടുക്കുമ്പോൾ നമ്മൾ ഇലയിൽ ആക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ശർക്കര വെച്ച പോലെയല്ല, പൂ കൊടുക്കുമ്പോൾ ആ പൂ കഴുകി പശ കളഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും എത്തിച്ചില്ലെങ്കിലും ഇങ്ങനൊരു കാര്യം അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനൊരു വഴിപാടുണ്ടെന്ന് വഴിപാടായിട്ട് കാണണ്ട, വഴിപാട് എന്നുള്ള അർത്ഥത്തിൽ കാണണ്ട. ഭഗവാന് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ഭഗവാന് ചെയ്തു കൊടുക്കുന്നു, ഭഗവാന് കൊടുക്കുന്നു, അങ്ങനെ കണ്ടാൽ മതി. നന്ദി, നമസ്കാരം.